എം.എ. അസീബ് പൊന്നാനിയുടെ മക്കയിലെ സൂര്യോദയം എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം ഏപ്രിൽ 15 പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. അപ്പോൾ ഈ ഹസീബ് ഇപ്പോൾ നമ്മുടെ അലൂമിനിയുടെ ജനറൽ സെക്രട്ടറിയാണ് ദീർഘകാലമായി. എം.ഐ സ്കൂളിൽ 2 തവണ സ്കൂൾ ലീഡറൊക്കെ ആയ ആളാണ് ഹസീബ്. അപ്പോൾ ഹസീബ് അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായി കേരളത്തിൻ്റെ മുഴുവൻ പ്രസംഗവേദികളും കീഴടക്കിയ ആളാണ്. ഇപ്പോൾ അദ്ദേഹം എഴുത്തിലേക്ക് തിരിഞ്ഞു. ആ കൈവച്ച മേഖല ഏറ്റവും സജീവമായി അദ്ദേഹം കൊണ്ടുവന്നു. അതിൻ്റെ എഴുത്തിന് വേറിട്ട ഒരു എഴുത്താണ് ഹസീബിൻ്റെത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, മിക്കവാറും ഹസീബിൻ്റെ പുസ്തകങ്ങൾ വായിച്ചവർക്കൊക്കെ അറിയാവുന്നതാണ്. അതൊരു പ്രത്യേക ശൈലി, ആ എഴുത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു എഴുത്താണ് ഹസീബിൻ്റെ ഒരു പ്രധാനമായ രീതി. അപ്പോൾ ഇതൊരു പുതിയ പുസ്തകമാണ്. ഇത് എം.ഐ സ്കൂളിലെ എല്ലാ അലുമിനികളും സജീവമായി പങ്കെടുക്കേണ്ടതാണ്. ഒരു വാഗ്മിയാണ്, പ്രഭാഷകനാണ്, നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. ഇതിനകം 4 പുസ്തകങ്ങൾ അദ്ദേഹത്തിനായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 കവിതകളാണ്. ഒന്ന് കിനാവഴകും നട്ടുച്ചകളും എന്നൊരു കവിത, നിഴൽ ചാറും ഇടവഴികൾ എന്നുള്ളൊരു കവിതാ പുസ്തകവും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ സംബന്ധിയായിട്ടുള്ളൊരു പുസ്തകം എന്നുള്ളതാണ് പൊന്നാനി ഒരു വട്ട ദേശത്തിൻ്റെ കഥ എന്ന പുസ്തകവും ഹജ്ജോർമ്മകളിലൂടെ എന്നുള്ള ഒരു ഹജ്ജ് തീർത്ഥാടനത്തെക്കുറിച്ചുള്ളൊരു പുസ്തകവും. അങ്ങനെ 4 പുസ്തകങ്ങളുടെ ഓൾറെഡി രചിച്ചിട്ടുള്ള ആളാണ് എം.എ. ഹസീബ്. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ പുസ്തകമാണ് ഈ മക്കയിലെ സൂര്യോദയം എന്നുള്ളൊരു പുസ്തകം ആണ് ഇപ്പോൾ 15-ാം തീയതി പ്രകാശനം ചെയ്യാനിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആദ്യ പ്രവാചകൻ മുതൽ അന്ത്യപ്രവാചകൻ വരെയുള്ള മക്ക എന്ന് പറയുന്ന മുസ്ലിം പുണ്യദേശത്തിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രം ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സമാനമായി തന്നെ അവിടുത്തെ സാമൂഹികവും മതപരവുമായിട്ടുള്ള ഒരു ഘടനയുടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ പുസ്തകത്തെ അനാവരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരികമായി പരിവർത്തനങ്ങൾ, ആ ദേശത്ത് സംഭവിച്ചുള്ള പരിവർത്തനങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഒരു ഗവേഷണ കുതിയായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തൽപരനായിട്ടുള്ള ഒരു എഴുത്താണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ചരിത്ര വിദ്യാർത്ഥികൾ, ഗവേഷകർ, സാധാരണ വായനക്കാർക്കൊക്കെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമാണ് ഹസീബിൻ്റെ ഈ പുസ്തകം. ഫസലി തങ്ങളാണ് നിർവഹിക്കുന്നത്. ഏറ്റുവാങ്ങുന്നത് ടി.വി. അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്ററാണ്. പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പത്രപ്രവർത്തകനായ കെ.വി. നദീറാണ്. പൊന്നാനിയുടെ നഗരസഭ വൈസ് ചെയർമാൻ സക്കീറാണ് അതിൻ്റെ ആശംസ അർപ്പിക്കുന്നത്. കൂടാതെ പ്രമുഖ പണ്ഡിതൻ ഇബ്രാഹിം ബാക്കഫി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ പൊന്നാനിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നതാണ്. ഹസീബ് ഖാൻ എഴുത്തിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ വളരെ കാവ്യാത്മകമായിട്ടുള്ള ഒരു പ്രത്യേക ശൈലിയാണ്. ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കടുകട്ടിയായ സാഹിത്യത്തിൻ്റെ വഴി കൂടിയാണ് മറ്റാൾ എഴുതുന്ന ഒരു എഴുത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണയും ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും, പൊന്നാനിക്കാരുടെയും, എല്ലാ എഴുത്തിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് മിഹിസ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തി നേടുന്ന ഒരു സംഭവമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. ഹിജാസിൽ നിന്നും സൗദി രാജകുടുംബത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഇന്ന് അറിയപ്പെടുന്ന ആധുനിക സൗദി അറേബ്യ എന്ന പുസ്തകത്തിൻ്റെ പരിണാമം കൂടെ അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. നിരവധി തവണ അദ്ദേഹം മക്കയും മദീനയും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗവേഷണ പുസ്തകം പുറത്തിറക്കുന്നത്. അപ്പോൾ മെഹ്സ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും പങ്കെടുത്ത് പരിപാടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും. അസീബിൻ്റെ 5ാമത്തെ പുസ്തകം മക്കയിലെ സൂര്യോദയം. ഒരുപക്ഷെ ഈ പൊന്നാനിയിൽ നിന്ന് ഹജ്ജിന് അമീറായി പോയതിൽ ഏറ്റവും കൂടുതൽ 15ഓളം തവണ അസീബ് ഹജ്ജിൻ്റെ അമീറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറിവ് വെച്ചിട്ടായിരിക്കും അയാൾ ഈ പുസ്തകം എഴുതിയിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഒരു വർഷത്തിൽ 3-4 തവണ അയാൾ ഉംറക്കും അദ്ദേഹം പോകാറുണ്ട്. പിന്നെ ഇതിന് മുന്നേ ഇറങ്ങിയ പൊന്നാനിയുടെ ഒരു ഇട്ടാവട്ടത്തിൻ്റെ ദേശത്തെ കഥയാണ്. പൊന്നാനിയുടെ ഒരു പൂർണ്ണ ചരിത്ര കഥ കൂടിയായിരുന്നു. ഒരുപാട് പേര് വായിച്ചൊരു പുസ്തകം കൂടിയായിരുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വാ സൊല്യൂഷൻ
ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.